जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. അതിൽ ശീല പ്രഭുപാദ് ജുഹൂലായിരുന്ന സമയമാണ്. 1977 മാർച്ച് ഏപ്രിൽ ആ സമയമാണ്. അപ്പം അതിൽ ജുഹൂവിൽ നിൽക്കുന്ന സമയത്ത് പ്രഭുപാദൻ അന്ന് സുരഭി മഹാരാജ് ഒരു ക്വാർട്ടേഴ്സ് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ പ്രഭുപാദിന് വളരെ നല്ലൊരു ക്വാർട്ടേഴ്സാണ് റെഡിയാക്കിയത്. അതിനുശേഷം പ്രഭുപാദിന് അതുവരെ മോർണിംഗ് വാക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രഭുപാദ് ആ ടൈം ആയപ്പോഴത്തേന് തീരെ ബോഡി വീക്കായി തുടങ്ങി. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഇനി ഞാൻ മോർണിംഗ് വാക്കിന് വരുന്നില്ല എന്ന് പറഞ്ഞു. മോർണിംഗ് വാക്ക് എല്ലാ ശിഷ്യന്മാർക്കും ഭയങ്കര ഒരു ഉത്സാഹമാണ്. കാരണം പ്രഭുപാദ് ഇങ്ങനെ നടക്കും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭമാണ്, നടന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം അത് മിസ്സാവും. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ദർശനത്തിന് മാത്രം താഴേക്ക് വരും, ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം സൺഡേസോ മറ്റോ ഒരു ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ ആ ക്വാർട്ടേഴ്സിൽ തന്നെ ആയിരിക്കും ട്രാൻസ്ലേഷൻ എടുക്കാവുന്നത്. അപ്പം ഒരു തമാൽ കൃഷ്ണ മഹാരാജ് കൂടെ ഉണ്ടായിരുന്നു. മഹാരാജ് പറഞ്ഞു, മോളത്തെ റൂഫ് ടോപ്പിൽ നടക്കാം, ഒരു ഫ്ലോറേ ഉള്ളൂ. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, അത് എനിക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പറ്റുമായിരിക്കും എന്നിങ്ങനെ ശീല പ്രഭുപാദ് പറഞ്ഞു. പിന്നെ ഈ റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള സംസാരങ്ങളും ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. എനിക്ക് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്. അപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി സംസാരിച്ചോളാം പ്രഭുപാദ്. അപ്പോൾ പ്രഭുപാദിൻ്റെ കൂടെ ആ സമയത്ത് 3 സെക്രട്ടറിമാർ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രഭുപാദിൻ്റെ അസോസിയേഷൻ വളരെയധികം മിസ് ചെയ്തു. കാരണം അവർക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നതാണ്. എല്ലാ ദിവസവും പ്രഭുപാദ് തന്നെ ക്ലാസ് എടുക്കും, എല്ലാ ദിവസവും പ്രഭുപാദ് തന്നെ മോർണിംഗ് വാക്കിന് വരും. അങ്ങനെ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഇത് നഷ്ടപ്പെട്ടപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഒരു വിഷമമായി. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഗസ്റ്റുകൾ ആണെങ്കിൽ അപൂർവമായ ഗസ്റ്റുകളെ ഞാൻ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പലരും വന്നിട്ട് നിങ്ങൾക്ക് സുഖമാണോ, അതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും അറിയാം എനിക്ക് അസുഖബാധിതനാണെന്നറിയാം. പക്ഷെ എല്ലാവരും ഇങ്ങനെ വെറുതെ സുഖമാണോ, അത് ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അപൂർവമായിട്ട് ഞാൻ ഗസ്റ്റുകളെ കാണാം എന്നുള്ള രീതിയിൽ പ്രഭുപാദ്. പിന്നെ ഡ്യൂട്ടീസിന് പ്രഭുപാദിന് അധികം കഴിക്കാനും പറ്റുന്നില്ല. രണ്ടുപേരായിരുന്നു പ്രഭുപാദിന്റെ കുക്ക്. ഒന്ന് പാലിക മാതാജി എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ ശിഷ്യ. പിന്നെ വേറൊരാള് കൃഷ്ണചോര ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു ബംഗാളി ഡിവോട്ടി. അതും പ്രഭുപാദ് ഡിസൈപ്പിളാണ്. അദ്ദേഹമാണ് കുക്ക്. അദ്ദേഹം നല്ല സുക്തയൊക്കെ ഉണ്ടാക്കി പ്രഭുപാദിന് കൊടുക്കും. പക്ഷെ പ്രഭുപാദ് ചില ദിവസങ്ങളിൽ പാല് കുടിക്കാൻ ഉള്ള ഇതുപോലും പ്രഭുപാദിന് ഇല്ലായിരുന്നു. അത്രയും അപ്പിറ്റേറ്റ് ഇല്ലായിരുന്നു, വിശപ്പില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വട്ടം പ്രഭുപാദ് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. അപ്പം ഇദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഓറഞ്ചൊന്നും എടുത്തു വെച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഓടിപ്പോയി പുറത്തു പോയി അത് മേടിച്ചു വന്നു. മേടിച്ചു കുറേ എന്നിട്ട് അപ്പോഴത്തേക്കും പ്രഭുപാദ് ബെല്ലടിക്കും വരാനായിട്ട്. അപ്പം ആദ്യം പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് വേണമെന്ന്. രണ്ടാമത് കാണാതായപ്പോഴത്തേനും ബെല്ലടിച്ചു. അപ്പോഴത്തേനും അദ്ദേഹം കൃഷ്ണചോര ഗോപിനാഥ് ഓടി വന്നിട്ട് പറഞ്ഞു, പ്രഭുപാദ് ഞാനിപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ, ഇനി എനിക്കത് ഇതാക്കി എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പോഴും വീണ്ടും ബെല്ലടിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹം ഓടിക്കൊണ്ടുവന്നു ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നിട്ട് പ്രഭുപാദ് അപ്പം കുറച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞു, എനിക്ക് ഒന്നാമതേ വിശപ്പില്ല, എപ്പോഴെങ്കിലും എനിക്ക് വിശപ്പ് തോന്നുമ്പോൾ ചോദിക്കുമ്പോൾ അത് കിട്ടത്തില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ ടേബിളിൽ തന്നെ വച്ചു. എന്നിട്ട് പ്രഭുപാദ് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കുടിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്കറിയാം, നിങ്ങൾ എനിക്ക് തരുന്ന സേവനം എനിക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റത്തില്ല എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഇമോഷണലായി കൃഷ്ണചോര ഗോപിനാഥ്. അദ്ദേഹം കരഞ്ഞാൽ പ്രഭുപാദ് ഒരിക്കലും അങ്ങ് പറയരുത്, അത് എൻ്റെ മിസ്റ്റേക്കാണ്, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം പ്രഭുപാദ് പെട്ടെന്ന് താഴെ റൂമിലേക്ക് ഇറങ്ങി, ടെമ്പിൾ ഹാളിലേക്ക് വന്നു. ആ സമയത്ത് ഗുരുപൂജ സമയമായിരുന്നു. അപ്പം അധികം ഡിവോട്ടീസ് ഒന്നും ഇല്ലായിരുന്നു.
പക്ഷെ പ്രഭുപാദ് വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഓടി വന്നു ഗുരുപൂജ. അപ്പം പ്രഭുപാദിന്റെ ഇത് വ്യാസാസനത്തിൽ പ്രഭുപാദിന്റെ ഫോട്ടോ ആണ് വച്ചേക്കുന്നത്. കാരണം പ്രഭുപാദ് എപ്പോഴും താഴെ വരാത്തതുകൊണ്ട് അവരെ ഫോട്ടോ മാറ്റിയിട്ട് പ്രഭുപാദിനോട് അതിനകത്ത് ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് അതിനകത്ത് ഗുരുപൂജയുടെ ആ പാട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിതോ എന്നുള്ളൊരു വരി അതിനകത്തുണ്ട് ഈ ഗുരുപൂജ സോങ്ങിൽ. അപ്പൊ അതിനെക്കുറിച്ച് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ആക്ച്വലി ആത്മീയാചാര്യൻ നമുക്ക് നൽകുന്നത് ദിവ്യജ്ഞാനമാണ്. അദ്ദേഹം എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നോ എങ്ങനെ ഉറങ്ങണമെന്നോ എങ്ങനെ മൈഥുന്യം ചെയ്യണമെന്നോ മറ്റു കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരു ആത്മീയാചാര്യൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ, പരിശുദ്ധ ഭക്തൻ നൽകുന്നത്. അദ്ദേഹം തരുന്നത് ദിവ്യജ്ഞാനമാണ്. ആ ദിവ്യജ്ഞാനത്തിന്റെ ബലത്തിലാണ് നമ്മൾക്ക് ആത്മീയപരമായിട്ടുള്ള ഉയർച്ച സാധിക്കുന്നത്. അദ്ദേഹം തരുന്ന ഈശ്വരനെ കുറിച്ചുള്ള പരിശുദ്ധമായ ജ്ഞാനത്തിലാണ് തരുന്നത്. അപ്പോൾ അദ്ദേഹം ഉണ്ടായാലും ഇല്ലേലും ആ ജ്ഞാനത്തിന്റെ ബെനിഫിറ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ താഴെ ഇറങ്ങി വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഗുരുപൂജയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വരുന്നില്ല. എപ്പോഴും ആ ഉള്ളിൽ ആ ഒരു റെസ്പെക്റ്റും വർഷിപ്പും നമ്മൾ കീപ്പ് ചെയ്യണം ഭക്തന്മാരോട്, ആധ്യാത്മിക ആചാര്യനോട്. കാരണം അവർ നമുക്ക് നൽകുന്ന ദിവ്യജ്ഞാനം, ആ ജ്ഞാനം എപ്പോഴും നമ്മുടെ കൂടെയാണ്. അവരുടെ പേഴ്സണൽ പ്രസൻസ് ഇല്ലാതിരിക്കുമ്പോഴും ആ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം കൊണ്ടാണ് നമുക്ക് സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിനെ അവഗണിക്കരുത്. ഒരു വ്യക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും, പ്രസന്റ് ആണെങ്കിലും ഇല്ലെങ്കിലും ആ ബോധം നമുക്ക് എപ്പോഴും വേണം. അദ്ദേഹത്തിന്റെ ആ മേഴ്സി കൊണ്ടാണ് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഭക്തൻ ഒരിക്കലും ആത്മീയാചാര്യന്റെ അസോസിയേഷൻ നഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഈ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസന്റ് ആണെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു അസോസിയേഷൻ എപ്പോഴും അവർക്ക് കിട്ടും എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദ് അവർക്ക് പറഞ്ഞു.